കർണാടകയിലെ കുടക് ജില്ലയിൽ ബൈലക്കുപ്പയിലാണ് ടിബറ്റൻ ആത്മീയ കേന്ദ്രമായ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ചരിത്രപ്രസിദ്ധമായ ഒരു ടിബറ്റൻ ആത്മീയ കേന്ദ്രം കൂടിയാണിത്. 1995 നിർമ്മാണം തുടങ്ങിയ ഗോൾഡൻ ടെമ്പിൾ 1999 ഭക്തർക്കായി തുറന്നുകൊടുത്തത്. ഗോൾഡൻ ടെമ്പിളിന് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് എൻട്രി ഫീസ് ഇല്ല. കാർ പാർക്കിങ്ങിന് 50 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചുറ്റുപാടും ടിബറ്റൻ രീതിയിലുള്ള കരകൗശല വസ്തുക്കളുടെ ഷോപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും നേരെ നടന്ന് ഗോൾഡൻ ടെമ്പിളിനരികിലേക്ക് പോകുന്ന വഴിയെല്ലാം പുൽത്തകിടികൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. എവിടെ നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളും പൂക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒത്തിരി സഞ്ചാരികൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. കൂർഗിൽ വരുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗോൾഡൻ ടെമ്പിൾ. എവിടെ നോക്കിയാലും മനോഹരമായ പുൽത്തകിടികളും പൂക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകൾ. ടിബറ്റൻ അഭയാർത്ഥികൾക്കും സന്യാസിമാർക്കും താമസിക്കാനുള്ള എല്ലാ സൗകര്യവും അവരുടെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ക്ഷേത്രമാണിത്. ഇവിടെ സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ ഒരു വലിയ ബെല്ലൊക്കെ തൂക്കിയിട്ടുണ്ട്. ഈ ബെല്ലിന് നേരെ അപ്പുറത്ത് കാണുന്ന ക്ഷേത്രത്തിൽ മാത്രമേ നമുക്ക് കയറാൻ അനുമതിയുള്ളൂ. രാജ്യത്തെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട്. ബുദ്ധപ്രതിമകളാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതലായുള്ളത്. ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ചെരുപ്പ് നമ്മൾ പുറത്ത് കൊടുക്കേണ്ടതാണ്. 3 രൂപയാണ് ഒരു ജോഡി ചെരുപ്പ് സൂക്ഷിക്കുന്നതിന്. ഒരുപാട് സഞ്ചാരികൾ ക്ഷേത്രത്തിന് മുന്നിലിരുന്ന് ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും മതിലുകളിൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ക്ഷേത്രത്തിന് അകത്തേക്ക് ഞാൻ കയറാൻ പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ വാതിലുകൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആളുകളും ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ്. ക്ഷേത്രത്തിന് നടുവിലെ വാതിലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 പ്രതിമകളും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഇവിടെ വരെ മാത്രമേ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 3 ഗോൾഡൻ പ്രതിമകളെ വെച്ചിട്ടാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പേര് വന്നത്. ഇതിലൊരെണ്ണം ബുദ്ധപ്രതിമയാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പും പോസിറ്റീവ് എനർജിയും തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവർക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനാ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഇവർ ടെമ്പിളിലേക്ക് വരികയും ഇവിടുത്തെ ഈ കാർപ്പറ്റിലിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ ടെമ്പിളിന് പുറത്തേക്ക് ഇറങ്ങി പുറത്തെ പുൽമൈതാനവും ഗാർഡനൊക്കെ കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. എവിടെ നോക്കിയാലും ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാഴ്ചകൾ തന്നെ. കൂർഗിലൊക്കെ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗോൾഡൻ ടെമ്പിള്. ഫാമിലിയായിട്ടും കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുട്ടികൾക്ക് തീർച്ചയായും കാണിച്ചു കൊടുക്കണം. ഈ ടിബറ്റൻ വേഷത്തിൽ ഈ കുട്ടികളൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്.